രാവിലെ പിള്ളേരെയൊക്കെ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ട് ഇങ്ങനെ ചായയും കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ പറഞ്ഞു എനിക്കിന്ന് കൊല്ലത്ത് പോകണം, നല്ല മഴയല്ലേ, അപ്പോൾ കാർ എടുത്തുകൊണ്ട് പോയേ പറ്റൂ, അപ്പോൾ ഞാൻ തന്നെ പോവുകയും വേണം, നീ വരുന്നോ എന്നൊന്ന് ചോദിച്ചു. ചോദിക്കേണ്ട പാടെ ഐ ആം റെഡി, ഞാൻ റെഡി ആയി കഴിഞ്ഞു. കാര്യം നമ്മൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇനി ഒറ്റയ്ക്ക് ഇരിക്കേണ്ടതല്ലേ. അപ്പോൾ ഒന്നാ ഒരു കാര്യം ചെയ്യും, നീ ഒരുങ്ങി വരാൻ പറഞ്ഞു. ഓക്കെ. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് ഞാനൊരു കട കണ്ടതാണ് കേട്ടോ. തടി വെച്ച് ഇങ്ങനെ വണ്ടികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി കേട്ടോ. ചാടി ഇറങ്ങി ഞാൻ. അപ്പോൾ അവിടെ വന്ന് വില ചോദിച്ചു, ഇച്ചൂസിനൊരെണ്ണം മേടിക്കാമെന്ന് വെച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ നമ്മുടെ കയ്യിൽ ഒതുങ്ങത്തില്ല മക്കളെ, നല്ല കഷ്ടപ്പാടുണ്ട് കേട്ടോ. ചേട്ടനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആ ജെ സി ബി ഇല്ല, ആ ജെ സിക്ക് 3000 രൂപ, താഴെ ഇരിക്കുന്ന ജീപ്പിന് 1500 രൂപ, നല്ല റേറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചേട്ടനോട് ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ ഓടുന്നതാണ് ഒത്തിരി, ഒരു ദിവസത്തെ കഷ്ടപ്പാടാണ് ഈ ഒരു വണ്ടി ഉണ്ടാക്കണമെങ്കിൽ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേ നമുക്ക് മനസ്സിലായല്ലോ. അങ്ങനെ വണ്ടി കയറിയിട്ട് ഇങ്ങോട്ട് വരാൻ നേരം അച്ഛൻ പറഞ്ഞു, നിനക്കൊരു സർപ്രൈസ് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു കേട്ടോ. വല്ലാത്ത സർപ്രൈസ് ആയിപ്പോയി കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ കൊല്ലം പരവൂർ പുഴീക്കര ബീച്ചാണ് കണ്ടോ. കടലും കായലും കൂടെ ഒന്നിക്കുന്നൊരു സ്ഥലം കണ്ടോ. ആ തിരമാല വന്ന് അടിച്ച് കയറുന്നത് എനിക്ക് ഭയങ്കര ഒരു അതിശയം തോന്നി. കാരണം ഇങ്ങനൊരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. പുഴീക്കര ബീച്ച് ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒന്ന് രണ്ട് കുഞ്ഞു കടകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല ഒരു എന്താ ശാന്തമായ അന്തരീക്ഷം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇത് കുഞ്ഞുങ്ങളെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്നെ കൊല്ലും, അത് ഉറപ്പാണ്. കാരണം അവർക്കെന്ന് പറഞ്ഞാൽ ബീച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര വികാരമാണ് കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീച്ചിലൊക്കെ വരാനായിട്ട്. പിന്നെന്താ, അവിടെ എനിക്ക് അവിടെ ഇറങ്ങാൻ സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു കേട്ടോ. കാര്യം ഈ തിരമാലകളില്ലേ, നമ്മൾ ഭയങ്കര ശക്തമായിട്ട് മഴയൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അടിച്ചിങ്ങനെ കയറുന്നതായിട്ട് തോന്നി. അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങിയില്ല. പ്രത്യേകിച്ച് ഇത്രയും എവിടെയെങ്കിലും ആരും കാണുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ബീച്ചിൽ ഇറങ്ങാൻ നിന്നില്ല, അങ്ങ് ദൂരെ നിന്ന് കണ്ടു കേട്ടോ. കാര്യം അവിടെ നിന്നൊരു ചേട്ടൻ പറഞ്ഞായിരുന്നു നല്ല ശക്തമായിട്ട് ഇങ്ങി വരെ തിരമാല കയറിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങോട്ട് ഇറങ്ങാനേ നിന്നില്ല കേട്ടോ. കാര്യം പറയാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ അടുത്ത് തന്നെയാണ് അച്ഛൻ്റെ വർക്ക് കിടക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഇതൊന്ന് കാണാൻ പറ്റി. വലിയ തിരക്കുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കാണാനും നമുക്ക് കുറച്ചേരം ഇരിക്കാനൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ. ഈ മഴയുള്ള സമയത്ത് വന്നിട്ട് വലിയ കാര്യമില്ല, മഴയൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കാനൊക്കെ നല്ല സൂപ്പറാണ്. അപ്പോൾ മഴ ഇനിയിപ്പം കണ്ട മേഘമൊക്കെ ഇങ്ങനെ ഇരുണ്ട് കയറിയിട്ടുണ്ട്, മഴ പെയ്യാനുള്ള ഇതാണ്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഇനി പോകാമെന്ന് വിചാരിച്ചു. കാര്യം ഇന്നത്തെ ദിവസം വെറുതെ ഇറങ്ങിയതാണെങ്കിൽ ഭയങ്കര ഒരു പ്രയോജനപ്പെട്ടു കേട്ടോ. ആ ഒരു ബീച്ച് കാണാൻ പറ്റിയത് തന്നെ ഭയങ്കര സന്തോഷമായിപ്പോയി കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.